അസ്സലാമു സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ റോസ്റ്റ് ആണ്. മട്ടൺ കറി, മട്ടൺ റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാത്തതുണ്ടാവില്ല. അപ്പോൾ മട്ടൺ റോസ്റ്റ് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഏറ്റവും എളുപ്പത്തിലും ആർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കാം. അപ്പോൾ മട്ടൻ കറിക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ള മട്ടൺ റോസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മട്ടൺ റോസ്റ്റിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ മട്ടനാണ്. കഴുകി വൃത്തിയാക്കിയ 1 കിലോ മട്ടൻ. അതിനകത്ത് എല്ലുകൂടി ചേർന്നിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലുകൂടി ഉണ്ടെങ്കിലാണ് മട്ടൻ കഴിക്കാൻ ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 10-15 വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തത് ഞാൻ കട്ട് ചെയ്തേക്കാണ്, ചോപ്പ് ചെയ്ത് എടുത്തതാണ്. നമുക്ക് ചതക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഇട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ 1 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഒരു 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 സ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്ത് ഞാൻ എടുക്കുന്നത്. കുരുമുളക് പൊടി എടുക്കാം, അല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്താണ് കുറച്ചുകൂടി നല്ലത്. 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് പിടിപ്പിച്ച് ശരിക്ക് ഇത് നമുക്കൊന്ന് ഒരു 2 വിസിൽ അടിക്കുന്നത് വരെ നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ, നിങ്ങളുടെ കിട്ടുന്ന മട്ടന്റെ വേവ് അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 വിസിൽ അടിക്കുന്നു. അപ്പൊ നമ്മൾ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 3 വിസിൽ അടിക്കുന്ന വരെ ഇതിനെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ മട്ടൻ 3 വിസിൽ അടിച്ചിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. 3 വിസിൽ അടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ, 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കട്ട് ചെയ്തത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് ഇടുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 20 വെളുത്തുള്ളി, 20 അല്ലി ഇട്ടാൽ, അതായത് 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് അതിൻ്റെ അല്ലി കട്ട് ചെയ്ത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നമുക്ക് ഇത് കംപ്ലീറ്റ് പച്ചപ്പൊക്കെ മാറി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാനൊരു 2 തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ കറിവേപ്പിലൊക്കെ നല്ലപോലെ വഴറ്റി എടുക്കുക. അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ഒരു 2 പച്ചമുളക് സ്ലൈസ് ചെയ്തിട്ടുള്ള പച്ചമുളക്, ചോപ്പ് ചെയ്തിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 200 ഗ്രാം ചെറിയ ഉള്ളി, കൊച്ചുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. 200 ഗ്രാമാണ് എടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു ഉള്ളി ഒരു 3 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയുള്ളി നല്ലപോലെ ഒരു പകുതിയിൽ കൂടുതൽ വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു 2 സവോള, വലിയ സവോള എടുത്തിട്ട് സ്ലൈസ് ചെയ്തിട്ടിടാം. 2 സവോള കൂടി ചേർക്കണം. നമ്മൾ ചെറിയുള്ളിയും ചേർക്കണം, അതുപോലെ തന്നെ സവോളയും വേണം. അപ്പോൾ ഞാൻ 2 സവോള കൂടിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ചേർക്കുന്നുണ്ട്. ഈ സവോളയും ചെറിയുള്ളിയും എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഈ സവോളയും ചെറുള്ളി എല്ലാം കൂടി വഴറ്റിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളൊരു സ്പൂണ്, ചെറിയൊരു 1/2 സ്പൂൺ ഉപ്പിട്ടാലും മതി. ഞാൻ 1 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഈ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ സവോള പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സവോളയും ചെറുള്ളി എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ചെറിയ ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിനി മസാലകൾ ഇടാം. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1.5 സ്പൂണ് മല്ലിപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം.
നമുക്കിനി ഒരു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുരുമുളകാണ് കൂടുതൽ വേണ്ടത്, അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ഏലക്കായി പൊളിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചതച്ചിട്ട് കൊടുക്കുക, 3 മതി. ഇനി ഈ മസാല എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാല നല്ലതുപോലെ ഇതുപോലെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. നല്ലപോലെ ഇതുപോലെ മിക്സ് ഇളക്കി കൊടുക്കണം, അടി പിടിക്കരുത്. നല്ലപോലെ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ മസാല നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല പച്ചമുളകൊക്കെ മാറി നല്ല നമുക്ക് വേണ്ട വിധത്തിലായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1.5 തക്കാളി, ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എടുക്കാം. ഒരു മീഡിയം തക്കാളി ആണെന്നുണ്ടെങ്കിൽ 1.5 എടുത്തിട്ട് ചോപ്പ് ചെയ്ത് ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്, എല്ലാം മസാല എല്ലാം കറക്റ്റ് പാകത്തിന് വെന്ത് ഉടഞ്ഞു വന്നിട്ട് തക്കാളി എടുക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ എടുത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. മട്ടൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം. ശരിക്കും അതിൻ്റെ നമ്മൾ ഉണ്ടാക്കിയ മസാലയും അതുപോലെ തന്നെ മട്ടൻ വേവിച്ച് വെച്ചതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കൂട്ടി വെച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രേവി ഉണ്ട്, നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല, അരക്കപ്പ ചേർത്തുള്ളെങ്കിലും ഇതിനകത്തും കൂടിയുള്ള വെള്ളം കൂടി ആയിട്ട് കുറച്ച് ഗ്രേവി ഉണ്ടാവും. ആ വെള്ളം ഒന്ന് വറ്റി നല്ലതുപോലെ പെരണ്ട് കിട്ടണം. അപ്പം നല്ലതുപോലെ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്ത് വേവിക്കുക. ഈ മട്ടൻ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി ഇതിൽ പിടിപ്പിക്കണം. ഇതിൽ നമ്മൾ ഈ ഗ്രേവി, ഇതിപ്പോൾ ടൈറ്റ് ഗ്രേവി ആയി വന്നിട്ടുണ്ട്. ഈ ഗ്രേവിയും ഇതുപോലെ തന്നെ ഈ മട്ടനും കൂടിയിട്ട് മിക്സ് ആയിട്ട് നല്ലതുപോലെ ഇതിൽ പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ എല്ലിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്കും ഈ ഗ്രേവി കയറണം. അതിൽ കിടന്ന് വേവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല വറ്റിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ മട്ടനൊക്കെ ശരിക്കും അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഗ്രേവിയൊക്കെ ഒന്ന് ടൈറ്റായി നല്ലതുപോലെ ഒരു റോസ്റ്റ് പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റോസ്റ്റിലേക്ക് എത്തിക്കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് ഞാൻ നോക്കിയിരുന്നു, നമ്മളിപ്പോൾ ഇട്ടതെല്ലാം കറക്റ്റാണ്. ഇനി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചിലപ്പോൾ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ് ഉപ്പ്. ഇനി ഞാൻ ഇതിലേക്ക് ഇനി ലാസ്റ്റാണ് നമ്മൾ ഒന്നുകൂടി ഇത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം, ഒന്ന് കുറച്ചുകൂടി ഡ്രൈ ആക്കാം. വല്ലാതെ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നല്ലതുപോലെ നമ്മൾ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നല്ല കറക്റ്റ് റോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട വിധത്തിൽ നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്താ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ കഴിച്ച് നോക്കി, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ രീതിയിലായിരിക്കണം. അധികം നിങ്ങൾ ഇത് വറ്റിച്ച് ഡ്രൈ ആക്കാൻ പാടില്ല. വല്ലാതെ ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ വല്ലാതെ ഗ്രേവി ആവാനും പാടില്ല. ഈ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറായാലും നെയ്ച്ചോറായാലും അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്താണെങ്കിലും നിങ്ങൾ കറക്റ്റ് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ അപ്ഡേഷൻ അറിയിക്കും. അപ്ഡേഷൻ പുതിയ പുതിയ സംഭവങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിഞ്ഞിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.